ഒന്നുമില്ല, എന്റെ ഫ്രണ്ടാണ്. ഞാനേ നാട് വിട്ടു പോണേ ഭയങ്കര സങ്കടം. നിനക്ക് ഈ വാറിനെ പറ്റി എന്താണ് ഇവിടെ പറയാനുള്ളത്? ഈ വാർ നമ്മൾ കളിക്കുന്നത് നമ്മുടെ ഈ ഒരു നമ്മള് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ടീം ഒന്ന് സെറ്റാക്കാനും സെറ്റാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഇനിഷ്യൽ വാറുകളാണ് രീതിയിലാണ് കളിക്കുന്നത്. രണ്ടുപേരും ഒരു അഗ്രസീവ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ രണ്ടുപേരും ശാന്തമായിട്ട് ആലോചിച്ച് കണ്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ രണ്ട് സൈഡിലായിട്ട് നിൽക്കുകയാണ്. ഇവരൊറ്റയ്ക്ക് കുറുപ്പൂടൊറ്റയ്ക്ക് ഈ സൈഡിൽ നിന്ന് വീണ്ടും ഇവർ കറങ്ങി അടിക്കാനുള്ള ശ്രമത്തിലാണ്. മര്യാദക്ക് നിന്ന് അടിച്ചിട്ട് ഉള്ള കഴിവൊന്നുമില്ല ഇവന്മാർക്ക്. അല്ലല്ല, ഇവൻ ഈ തീട്ടൊക്കെ ഇതാണ് ജെൻ ചിറക്കൽ ശ്രീഹരി. എല്ലാവർക്കും പേടിയാണ്. ബാസ് പ്ലസ് 1000 ചോദിക്കടാ. ജഞ്ചിലെ വാണത്തിനോട് ചോദിക്കും, നീ ഇതിന്റെ ഇടയ്ക്ക് കയറിട്ട് എന്തോ മുമ്പാണോ സംസാരിക്കുന്നത്? സിൽവർ ഡബ്ല്യു ലോലൻ ധൈര്യമായിട്ട് പറഞ്ഞോളാം. തിരിച്ച് പറയാനുള്ള നീ ധൈര്യമായിട്ട് പറഞ്ഞ വാ. പറ്റുവാണെങ്കിൽ ഒന്ന് കക്കൂസ് കത്തിച്ചിട്ടേ വരത്തുള്ളൂ. കത്തിച്ചിട്ട് കണ്ടവന്റെ പിടിച്ച് മൂഞ്ച നീയൊക്കെ എന്തിനാ വരുന്നേ? നീയൊക്കെ അടിച്ചിട്ട് മെസ്സ് അടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇനിയും ചെഞ്ചിയിലുള്ള ഡ്രസ് ആയിട്ട് എവിടെ കണ്ടാൽ നിന്നെ തല്ല. നീ ഡിഗ്രി കളിക്കുന്നത് കാണുമല്ലോ. നീ കൺസൈൻമെന്റ് അടിക്കാൻ പോണേ ഇതൊന്ന് കാണണോ? ഇന്നത്തോ അതേടാ, ഈ ഒക്കടയിൽ ഇങ്ങനെ തേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ആഴ്ചയിൽ എണ്ണയിട്ട് പുൾസു അടിപ്പിച്ച് അങ്ങ് ഭരണങ്ങാലത്തെ വാഗേൽ ബംഗ്ലാവിന്റെ ഭിത്തിയേല് ആണി അടിച്ച്
അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ടാ വക്കറ്റൻ. ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. അതാണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.25 ജോണി വാക്കറിന്റെ വാറല്ല, സാക്ഷാൽ ലാഹയിൽ വക്കറ്റൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ. ആ വണ്ടിക്ക് എന്നാ വില ഉണ്ടാവും? 5 ലക്ഷം ആ വണ്ടിക്ക്. പോയി വാങ്ങിച്ചോടാ. അയാൾ ഒന്നിനെയും പേടിക്കാത്ത ഒരു മൃഗമാണ്. യുദ്ധത്തിന്റെ ഒരു ചിട്ടവട്ടവും അയാൾക്കില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് അയാൾക്ക്. ഒന്നിനെയും പേടിക്കാത്ത ഒരു പ്രകൃതമാണ് അയാൾ. മരണത്തെ കളിയാക്കുന്ന ഒരു രാക്ഷസൻ. ആർക്ക് പറ്റും അയാളെ തോൽപ്പിക്കാൻ? ആർക്ക് പറ്റും ആ രാക്ഷസനെ തോൽപ്പിക്കാൻ? ആരെങ്കിലും അങ്ങയുടെ മനസ്സിലുണ്ടോ? ആരാണ് മഹാശക്തി? ആരാണ് ഘടോത്കചനെ നേരിടാൻ കഴിയുന്ന വീരൻ? പുത്ര, ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ. നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. കർണൻ. കൃഷ്ണനെതിരെ നാം ഇറക്കുന്ന നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധം. അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല, പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം. മക്കളും അനിയന്മാരെല്ലാവരും നല്ല അടാറ് പണികളെ കൊണ്ടുപോകണം കേരളത്തിൽ കൊണ്ടുപോകണം ഹോസ്റ്റലിൽ. എടാ കൈ വെച്ച് കൊണ്ടുപോയടാ. കൈ വെച്ചു ഏത് സിറ്റുവേഷന്റെ ബേസിൽ
விசிலோ விசிலு நம்ம மனசு இருந்த ஸ்டைலோ ஸ்டைலு வேகம் பிரிக்குதுன்னா புயலோ புயலு இரும்பு சுகமா கைய கட்டி வந்தாண்டா உடஞ்சி தும்பா சில்லு சில்லா கொட்டும் பார் உழப்ப மதிச்சு கால் எடுத்து வச்சாலே ഇളമ മുഴുസാ കൂടാതെ പൊട്ടും പാർ நிறுத்த பார்த்தாக்கா நிற்கு நக்கரும் தொடாது அடிச்சா என்னாப்ப டண்டா நக்கருங்க நெருப்பு பேரோடு நீ கொடுத்த ஸ்டாரோடு இன்னைக்கும் ராஜா நான் கேட்டு பாரு கருப்பு தோலோடு சிங்கம் வரும் சீனோடு இடமே பத்திக்கும் அந்த மாதிரி நான் தாண்டா இனிமேல் வந்து நின்னா தற்பாரு என் வரலாறு பார்த்தவன் நாம் பல பேர் അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ള പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലക്കുന്ന എപ്പോഴാണ് നീ അടിച്ചു മലക്കുന്ന പറഞ്ഞാക്ക മെസ്സേജ് പോലെ നമ്മളിപ്പോ ഉണ്ടാക്കി കിട്ടുക വായില് വായി കിട്ടിയത് കണ്ടോ കണ്ടോ കേട്ടത് ആ ബ്രോ അപ്പൊ അവരടിച്ചാൽ ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം എന്തായാലും. നമ്മുടെ ചെറുക്കനെ എപ്പോ വിടും? ചെറുക്കനെ കൊന്നിട്ടേ വിടത്തുള്ളൂ. നമ്മളൊരു 10-12 വരെയൊക്കെ ഉള്ളൂ ഇന്ന്. നാളത്തേക്ക് ആക്കിയാലാ വാറും പ്രീ വാറും. അതിന്റെ പ്രീവാറ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്താ ഉള്ളത് തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ അത് ഡ്രോപ്പ് ആവും. നിക്കടാ ഞാൻ ഒരു അപ്ഡേറ്റ് ചെയ്യാം. ചന്ദ്ര അണ്ണൻ കയറുന്നുണ്ട്. Step aside, mother. I said 23 over 90 spree. You just set me free. VIP walking easily with some cash on me. No PT, Dr. Miller Lee, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. അണ്ണനെ കണ്ട പഠിക്കാന്ന് പറഞ്ഞു. ആളുണ്ടോ? എനിക്ക് ആളുണ്ടോന്ന് അറിഞ്ഞൂടാ. അത് ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ അണ്ണൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അടിയുണ്ടെന്ന്. നമ്മള് 4 പേരുണ്ട്. 25 ഇല്ല. എടാ ജയിച്ചു തോറ്റൊന്നും നോക്കണ്ട. ഹലോ ഹലോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയതാ. അപ്പൊ നമുക്കത് വേറെ ദിവസത്തേക്ക് മാറ്റണ്ട. ജയിച്ചാലും തോറ്റാലും ഇന്ന് തന്നെ ചോദിച്ചൊന്ന് തീർക്കാം. ഇപ്പൊ എന്താ പ്ലാൻ എന്താണ് നോക്കാം. പ്ലാൻ എന്താ? ഉള്ളവരെ വെച്ച് അടിക്കാം. ഇല്ല നമുക്ക് ഇന്ന് ഉള്ളവരെ വെച്ചിട്ട് ഇത് ചെയ്യാം. കണ്ടിന്യൂ കുഴപ്പമില്ല. കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ഇവിടെ നിന്ന് കറക്കി അങ്ങിടുന്നു. ഓടി വരണവന്മാര് വീട്ടിൽ
മുട്ടയെ നിർത്തി വായി വെച്ചത് നേലം തിരിച്ചു നീ എന്തിനാണോ കുണയ്ക്കുന്നേ വെറുതെ? നീ ആരെന്നെ ഓസ്റ്റ് എടുക്കാൻ 2 വട്ടം അടിച്ച് തന്നെ ഓസ്റ്റ് എടുക്കണോ? നീയല്ല 10 കൊമ്പൻ വന്നാൽ എന്നെ ദേഹത്തോടത്തില്ല, മനസ്സിലായടാ? ദേഹത്തോടത്തില്ല, എന്നെ തൊട്ട് ഞാൻ മനസ്സിലായില്ല. തൊടത്തില്ല കേട്ടോ, രോമത്തിൽ തൊടത്തില്ല. എന്നിട്ടാണ് അവന്റെ കൊണ അവൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. പെണ്ണാറ്റി ഡൊമിനിക്ക്. Run it up, hit them up, give them that funk like serving that thumb right out of that trunk like run it up, fuck it up. Run it up, hit them up, Gucci got one night, give them that funk. ഇനി കുറയ്ക്ക് പോണ്ടല്ലോ, അവന്റെ അണ്ണാക്കി തോക്ക് എന്നെ തൊട്ടെന്ന് പറഞ്ഞ ഉറപ്പാണ്. നീയൊക്കെ കരി വെച്ച വാസ്തു എന്നെ തൊട്ടെന്ന് പറഞ്ഞ നീയൊക്കെ ഉറപ്പിച്ചു വെച്ചോ. എന്റെ അണ്ണന്മാരെയാണ് ചോദിക്കാൻ. എന്റെ പിള്ളേരെ തൊടുവാടാ. Give them that funk like serving that thumb right out of that trunk like run it up, fuck it up. பத்து வருஷம் உள்ள இருந்தது மட்டும்தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாதுல்ல. சம்மந்தம் இருக்கு. அவன் பேர் டெல்லி. ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞു. ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. സമുദ്രദൂര പൗരുഷം സഹസ്രായുധ ഘർഷണം രണ രണ രണഭുഗ്രം വീരം അട്ടഹാസത വെട്ടി ಎಂಟದ ಗುಂಡಿಗೆ ತಟ್ಟಿ ಸಿಡಿದೆತ್ತರ ಉಗ್ರಂ ವೀರಂ
ರಣರಂಗದ ರಣಕಹಳೆಗೆ ರಣಕ್ರೂರರ ರಣಹಂತಕ ರಣತಂತ್ರದ ಉಗ್ರಂ ವೀರಂ. നിൽക്കുക എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റിൽ അതിനർത്ഥം നമ്മൾ ഒരിക്കലും വേറൊരു ടീമിനെ താഴ്ത്തി കെട്ടുന്നതില്ല. ഞാനത് എൻ്റെ സൈഡ് പറഞ്ഞാൽ, അല്ലെങ്കിൽ കെ വി സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ, നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്യാങ്ങാണ് TV എന്ന് പറയുന്നത്. സോ ആ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ഒരു കടപ്പാട് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി കെ വിയുടെ സൈഡിൽ നിന്ന് എന്തായാലും നമുക്ക് അത് TVൻ്റെ അടുത്തുണ്ട്. സോ ആ ഒരു റെസ്പെക്റ്റോടുകൂടി തന്നെ പറയുന്നത്, നമ്മൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മളത് TVക്ക് ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അത് സിറ്റിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളത് TVയുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ അതിനർത്ഥം നമ്മളിപ്പോൾ MRCയോട് ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഇല്ല എന്നതിനർത്ഥം അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലല്ല. നിങ്ങൾക്ക് അറിയേണ്ട നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളെ ഒരു ഡിസ്മാൻഡിൽ അങ്ങനത്തെ ആക്കുന്ന ഇഷ്യൂ വന്നപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റിലുള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഒപ്പം നിന്നുള്ള ഗ്യാങ്ങാണ് TV. ഈവൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് TVയാണ്, KV മാത്രമേ ഉള്ളൂ TVക്ക് ബ്രദർഹുഡ് എന്ന രീതിയിൽ. സോ അതന്നെ എനിക്കും പറയാനുള്ളത്, നമുക്കും തിരിച്ച് TVയെ മാത്രമാണ് ആസ് ഓഫ് നോ ഇപ്പോൾ ബ്രദർഹുഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. അതായത് ഞങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങളെ അന്ന് ഞങ്ങളെ ഇതിനകത്തു നിന്നെല്ലാം ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ എൻഡ് ഓഫ് ദ ഡേ എത്ര വലിയ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. വിൽ ബി വിത്ത് യു ഗൈസ്. നമ്മളുണ്ടാവും. കാരണം എന്തുണ്ടെങ്കിലും 2 വളവിനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വന്നാൽ മതി, ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 2 വളവ് ഇപ്പുറത്ത് ഞങ്ങളും വരും. ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KV ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് പത്രത്തില് ഒരുപാട് വായിച്ചിട്ടുണ്ട് തന്നെ കുറിച്ച്. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാമ്പറപ്പ. ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്നറിയില്ല. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, അറിയില്ല. ഇതുപോലെ എത്ര പിള്ളേ വന്നു പോയതാണ്. എനിക്കറിയാൻ താൻ വരുന്നത് ആരും കൂടെ ഇല്ലാത്ത സമയത്ത് കൂട്ടമൊന്നുമല്ല. എനിക്ക് ഈ ഭൂമിയിലേക്ക് ഇഷ്ടം എന്നെയല്ല. சுயம்பு சரித்திரம் பாருடா, சிரிக்கும் கிரிமல தானடா.
സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാത്തതൊന്നും மலைகள் ஒதுங்கட்டுமே, உலகம் உணரட்டுமே, அரங்கம் அதிரட்டுமே, சில்லு பறக்கட்டுமே, கரங்கள் வசரட்டுமே, നിന്നവന്മാരൊക്കെ ശത്രുക്കളായ സ്ഥിതിക്ക് ഇത്ര നാളെ ശത്രുവായിട്ട് നിന്ന ഗേവി ആയിട്ടുള്ള എല്ലാ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യും. அரங்கம் அதிரட்டுமே. ചന്ദനാണ് എനിക്ക് സാരിയുടെ ഒന്ന് പറഞ്ഞു തരും. തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? ചന്ദ്ര കറുപ്പ് വേണ്ട, നല്ലൊരു ദിവസം വെളുപ്പ് മതി ചന്ദ്ര. സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ. ഇപ്പം ഞങ്ങൾക്കൊരു പ്രിപ്പയറിംഗ് ടൈം എന്ന് പറഞ്ഞാലേ, അതായത് ഇപ്പൊ അലീന ബിസിനസ് ഒക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഈ വിദ്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഞാനിപ്പോ മെല്ലെ മെല്ലെ ബിസിനസ്സുകളിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലോ. ഇപ്പൊ പമ്പ ഫ്യൂൽ സ്റ്റേഷൻ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആവാനായിട്ട് ഒരു വർഷം വേണം. ഒരു വർഷോ? MRC ഗ്യാങ് ലിസ്റ്റ് വന്നു. MRC ഗ്യാങ് ലിസ്റ്റോ? ഇല്ല, ഞാൻ കണ്ടില്ല. അത് എവിടെ കിടക്കുന്നുണ്ട്? MRCയുടെ ഗ്യാങ് ലിസ്റ്റ് എവിടെ ഉണ്ട്? അവര് മൊത്തത്തിൽ ഗ്യാങ് ആയോ? അവര് കുറച്ചുപേര് മെമ്പേഴ്സിലാണ് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ഖ്, MRC ഷമീർ. ഓക്കെ, മെമ്പേഴ്സ് MRC ജോക്കർ ജെയിന്, ഉസ്മാൻ. അവനൊരു ചാൻസ് കിട്ടിയുള്ള സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാല്, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, രാജുഭായ്, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, PK മാരി, ചാർലി ഡേവിഡ്സൺ, അംബാൻ പ്രോ, ജിൻ സക്കായി, MRC ടക്കായി, MRC ഏവിസ് XD, MRC സെൻഡെക്സ് ഡോളർ, MRC റയൻ, MRC മെസ്സി ഗോട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറേ പ്ലേയേഴ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലേയേഴ്സും പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ള ഒരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട്
ഒരിക്കലും പോകത്തില്ല. da 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 da